സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തോളി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ദോശമാവിന്റെ തിക്നെസ്സിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങളടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ലാസ്റ്റ് ആയിട്ട് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം മാവ് ഒഴിക്കുക. ദോശ പോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. മുകൾ ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിടുക. കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യുക. വീണ്ടും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുക. ഓർക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കണം. ചൂട് കൂടി കഴിഞ്ഞാൽ മാവ് പരത്താനും കഴിയൂല, പരാത്ത നന്നായിട്ട് പൊള്ളി വരികയും ചെയ്യൂല. അപ്പൊ നമ്മള് ചില്ലി ഗാർലിക് പരാത്ത ഇവിടെ റെഡിയായി. മാവ് കുഴക്കുകയും പരത്തുകയും ഒന്നും ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ലേ? നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ഒരു സൈഡ് ഡിഷും കൂടി കണ്ടാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള 2 സവാളയും 2 പച്ചമുളകും കൂടെ 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും എടുക്കുക. അപ്പൊ ഇനി നമുക്ക് കടുക് വറ. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. കടുകിട്ട് പൊട്ടി കഴിഞ്ഞാല് 1/2 സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കുക. നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് സോട്ട് ചെയ്യുക. അത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. സവാള നന്നായി കുക്കായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യുക. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ സോട്ട് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന്റെ ശേഷം പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് പുളിയില്ലാത്ത തൈരെടുത്ത് 1 സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. മസാല നന്നായിട്ട് തണഞ്ഞു കഴിഞ്ഞാൽ ഈ തൈരിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പൊ ഇനി ചില്ലി ഗാർലിക് പറാത്തിന്റെ കൂടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ നമ്മൾ ഈ ചില്ലി ഗാർലിക് പറാത്ത കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കറീന്റെ കാര്യം പറയാനാണെങ്കിൽ ചപ്പാത്തിന്റെയും പൂരിന്റെയും ചോറിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.